നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നെവിനാണ് അടുത്തായിട്ട് ഔട്ട് ആയിരിക്കുന്നത്. ടോപ്പ് 4-ൽ വന്നു നിന്ന് ഔട്ട് ആയിരിക്കുന്നത് നെവിനാണ്. വെൽ പ്ലേഡ് നെവിൻ, വെൽ പ്ലേഡ്. സാക്ഷാൽ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമാണ് നെവിന്റെ അടുത്ത്. എന്താണ് ലാലേട്ടൻ പറഞ്ഞതെന്നല്ലേ, ഈ ഷോയുടെ എന്റർടൈൻമെന്റ് വാല്യൂ ഈ സീസണിൽ കൂട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നെവിൻ. നെവിനെ പോലെ പ്രേക്ഷകർക്ക് ഒരു രീതിയിലും സുപരിചിതമല്ലാത്ത ഒരാള് ബിഗ് ബോസിൽ വന്നിട്ട് ഇത്രയധികം കോണ്ടന്റുകൾ കൊടുത്തു, ഇത്രയധികം ഷോയുടെ എന്റർടൈൻമെന്റ് വാല്യൂ ഇൻക്രീസ് ചെയ്തു എന്ന് മഹാനടൻ ലാലേട്ടൻ പറയുമ്പോ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര മികച്ചൊരു പ്ലെയർ ആയിരുന്നു നെവിൻ എന്നുള്ളത്. നെവിന്റെ മാഷപ്പ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ചിരിച്ചൊരു വഴിയായി. ആ രീതിയിലാണ് അവർ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെവിന്റെ ഓരോ കോപ്രായങ്ങളും സീസൺ 7ന്റെ തുടക്കത്തില് നെവിൻ 1 കയറിയ ആ ഒരു ദിവസം ഞാൻ ആദ്യം ഓർത്തത് ഏതാണ് ഈ പ്രാന്തൻ. സത്യമായിട്ട് എന്റെ റിയാക്ഷൻ അതായിരുന്നു, ഏതാണ് ഈ പ്രാന്തൻ എന്നുള്ളതായിരുന്നു റിയാക്ഷൻ. പോകെയാണ് എനിക്ക് മനസ്സിലായത് നെവിൻ അങ്ങ് കത്തിക്കേറിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ രീതിയിലും. ഒരു ബിഗ് ബോസ് സീസണിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് സ്വന്തം കഴിവ് പ്രദർശിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. PR സപ്പോർട്ട് ഒന്നുമില്ലാതെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ നെവിൻ തലയുയർത്തിപ്പിടിച്ചാണ് ഹൗസിന് പുറത്തേക്ക് നടന്നിറങ്ങിയത്. തലയുയർത്തിപ്പിടിച്ചാണ് നടന്നത്. കാരണം നെവിൻ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇങ്ങനെ എവിക്റ്റ് ആവേണ്ടി വരും എന്നുള്ളൊരു കാര്യം എക്സ്പെക്ട് ചെയ്തിരുന്നു. വലിയ എവിക്ഷൻ ഡ്രാമയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. കാരണം നെവിൻ അറിയാമായിരുന്നു നെവിനാണ് പുറത്താവുന്നത് എന്നുള്ളത്. അവിടെയുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി ആകെ ബാക്കിയുള്ളത് ഷാനവാസ്, അനീഷ്, അനുമോള്. ഇതേ ഓർഡറിൽ തന്നെയാണ് ഇനി കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ഷൈത്തയുടെയും പിന്നെ നമ്മുടെ ബിന്നിയുടെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ KS ചിത്രനെ ആദരിച്ചുകൊണ്ടുള്ള സ്റ്റാർ സിംഗറിന്റെ ഒരു ലോഞ്ച് പോലത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. നോബിയുടെ സ്കിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് സാധാരണ ഗ്രാൻഡ് ഫിനാലെ പാറ്റേൺ തന്നെയാണ്. വേറെ വലിയ ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല വിന്നറുടെ കാര്യത്തിൽ. അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരിക്കണ്ട. അനീഷിനെ ഇഷ്ടപ്പെടുന്നവരോടാണ് പറയുന്നത്. എന്തായാലും വെൽ പ്ലേഡ് നെവിൻ, കൺഗ്രാറ്റുലേഷൻസ്. 100 ദിവസം സ്വന്തം കഴിവിന്റെ പുറത്ത് നിൽക്കാൻ പറ്റിയതിലും പിന്നെ മികച്ച രീതിയിൽ ഗെയിം കളിച്ചതിനും കൺഗ്രാറ്റുലേഷൻസ്. All the best for your future endeavors.